ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കല, കായികം, സാഹിത്യം, സംസ്കാരം എന്ന ടോപ്പിക്കിൽ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യൻ അവതരണ കലകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഭരതമുനിയാണ്. ഇന്ത്യൻ അവതരണ കലകളുടെ പിതാവാരാണ്? ഭരതമുനി. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തിൻ്റെ ലക്ഷണഗ്രന്ഥമായ നാട്യശാസ്ത്രം രചിച്ചത് ആരാണ്? ഭരതമുനി. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തിൻ്റെ ലക്ഷണഗ്രന്ഥമായ നാട്യശാസ്ത്രം രചിച്ചത് ഭരതമുനിയാണ്. ആധുനിക ഇന്ത്യൻ നൃത്തത്തിൻ്റെ പിതാവ് ആരാണ്? ഉദയ് ശങ്കർ. ആധുനിക ഇന്ത്യൻ നൃത്തത്തിൻ്റെ പിതാവ് ഉദയ് ശങ്കറാണ്. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവി ഉള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം 8 ആണ്. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഭരതനാട്യം, സാത്രിയ, ഒഡീസി, കഥക്, മണിപ്പൂരി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി എന്നിവയാണ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവിയുള്ള 8 നൃത്തരൂപങ്ങളാണ് ഭരതനാട്യം, സാത്രിയ, ഒഡീസി, കഥക്, മണിപ്പൂരി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി എന്നിവ. ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്ന സ്ഥാപനം ഏതാണ്? കേന്ദ്ര സംഗീത നാടക അക്കാദമി. ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്ന സ്ഥാപനം കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകി ആരാണ്? രുക്മിണി ദേവി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകി രുക്മിണി ദേവിയാണ്. ഭരതനൃത്തം എന്ന നൃത്തശാല വികസിപ്പിച്ചെടുത്ത ആരാണ്? ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. ഭരതനൃത്തം എന്ന നൃത്തശാല വികസിപ്പിച്ചെടുത്തത് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യമാണ്. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? നർത്തകി നടരാജ്. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജാണ്. 2019 ഭരതനാട്യത്തിന് നർത്തകി നടരാജിന് പത്മശ്രീ ലഭിക്കുന്നത്. ആസാമിലെ ക്ലാസിക്കൽ നൃത്തരൂപമായ സാത്രിയ ഉടലെടുത്തത് മജുലി ദ്വീപിൽ ആണ്. ആസാമിലെ ക്ലാസിക്കൽ നൃത്തരൂപമായ സാത്രിയ ഉടലെടുത്തത് മജുലി ദ്വീപിലാണ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? ഒഡീസി. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ പ്രധാന നൃത്തരൂപം ഒഡീസിയാണ്. തമിഴ്നാട്ടിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഭരതനാട്യം, കോലാട്ടം, തെരുക്കൂത്ത്, കരകാട്ടം, മയിലാട്ടം. തമിഴ്നാട്ടിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് ഭരതനാട്യം, കോലാട്ടം, തെരുക്കൂത്ത്, കരകാട്ടം, മയിലാട്ടം എന്നിവ. യക്ഷഗാനം കൂടുതൽ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. യക്ഷഗാനം കൂടുതൽ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ഭാംഗ്ര എന്ന നൃത്തരൂപം പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ഭാംഗ്ര എന്ന നൃത്തരൂപം പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. തമാശ ഏത് സംസ്ഥാനത്തെ പ്രധാന നൃത്തരൂപമാണ്? മഹാരാഷ്ട്ര. തമാശ മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്തരൂപമാണ്. ആന്ധ്രാപ്രദേശിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിലെ പ്രധാന നൃത്തരൂപം കുച്ചിപ്പുടിയാണ്. മണിപ്പൂരി നൃത്തത്തിൻ്റെ ഇതിവൃത്തം എന്താണ്? കൃഷ്ണൻ്റെ രാസലീല. മണിപ്പൂരി നൃത്തത്തിൻ്റെ ഇതിവൃത്തം കൃഷ്ണൻ്റെ രാസലീലയാണ്. 2023 യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച ഗുജറാത്തിലെ നൃത്തരൂപം ഏതാണ്? ഗർഭ. 2023 യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച ഗുജറാത്തിലെ നൃത്തരൂപമാണ് ഗർഭ. ഉത്തർപ്രദേശിലെ ക്ലാസിക്കൽ നൃത്തരൂപമായ കഥക് നർത്തകർ ആരൊക്കെയാണ്? ലച്ചു മഹാരാജ്, ബിർജു മഹാരാജ്, ശോഭന നാരായൺ. പ്രശസ്തരായ കഥക് കലാകാരന്മാരാണ് ലച്ചു മഹാരാജ്, ബിർജു മഹാരാജ്, ശോഭന നാരായൺ എന്നിവർ. കേരള സാഹിത്യ അക്കാദമി രൂപീകൃതമായത് എന്നാണ്? 1956 ഓഗസ്റ്റ് 15. കേരള സാഹിത്യ അക്കാദമി രൂപീകൃതമായത് 1956 ഓഗസ്റ്റ് 15. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? സർദാർ കെ.എം. പണിക്കർ.
കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? K. സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് K. സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം സാഹിത്യ സർവേ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം സാഹിത്യ സർവേ എന്നിവ. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് 1958 ഏപ്രിൽ 26-നാണ്. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് 1958 ഏപ്രിൽ 26-നാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം ഏതാണ്? കേളി. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് കേളി. കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായ വർഷം 1962-ആണ്. ആസ്ഥാനം തൃശ്ശൂർ. കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായ വർഷം 1962-ആണ്. ആസ്ഥാനം തൃശ്ശൂർ. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്താണ്. കേരള ലളിതകലാ അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം ഏതാണ്? ചിത്രവാർത്ത. കേരള ലളിതകലാ അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത. കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയ അവാർഡ് ഏതാണ്? രാജാ രവിവർമ്മ പുരസ്കാരം. കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. പ്രഥമ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് ആരാണ്? KG സുബ്രഹ്മണ്യം. 2001 പ്രഥമ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് KG സുബ്രഹ്മണ്യത്തിനാണ്. പൂർണ്ണമായും കാലിഗ്രാഫിക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ആർട്ട് ഗാലറി ഏതാണ്? കജടതപ. പൂർണ്ണമായും കാലിഗ്രാഫിക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ആർട്ട് ഗാലറിയാണ് കജടതപ. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഈ ആർട്ട് ഗാലറി സ്ഥാപിച്ചത് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരിയാണ്. കേരളത്തിലെ നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ആരംഭിച്ച സ്ഥാപനം ഏതാണ്? കേരള ഫോക്ലോർ അക്കാദമി. കേരളത്തിലെ നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ആരംഭിച്ച സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാദമി. കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത് 1995 ജൂൺ 28-നാണ്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത് 1995 ജൂൺ 28-നാണ്. എന്നാൽ ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1996 ജനുവരി 20-നാണ്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ എന്ന സ്ഥലത്താണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ്. PK കാളൻ പുരസ്കാരം നൽകുന്നത് ഏത് അക്കാദമിയാണ്? കേരള ഫോക്ലോർ അക്കാദമി. PK കാളൻ പുരസ്കാരം നൽകുന്നത് കേരള ഫോക്ലോർ അക്കാദമിയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? പൊലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുന്നം മുകുന്ദരാജയും ചേർന്ന് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്നാണ്? 1930. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് 1930-ലാണ്. ആരൊക്കെ ചേർന്നാണ്? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുന്നം മുകുന്ദരാജയും. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വള്ളത്തോൾ നഗർ. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലുള്ള വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായി. കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായിയാണ്. കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം ഏതാണ്? 2007. കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം 2007-ആണ്. കഥകളി, കൂടിയാട്ടം, കൂത്ത് തുടങ്ങിയ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 1970 രൂപീകൃതമായ സ്ഥാപനമാണ് മാർഗി. തിരുവനന്തപുരം ആസ്ഥാനമായി 1970 കഥകളിയെയും കൂടിയാട്ടം, കൂത്ത് എന്നീ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ സ്ഥാപനമാണ് മാർഗി. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ 1955 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്?
ഗുരു ഗോപിനാഥ് നടന ഗ്രാമം. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ 1955 കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന സ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമം. കേരളീയ വാസ്തുശില്പ ശൈലിയുടെ വടക്കൻ മാതൃകയിലുള്ള മനോഹരമായ ചുമർ ചിത്രകലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലങ്കോട് ഹൗസ്, തൃശ്ശൂർ. കേരളീയ വാസ്തുശില്പ ശൈലിയുടെ വടക്കൻ മാതൃകയിലുള്ള മനോഹരമായ ചുമർ ചിത്രകലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊല്ലങ്കോട് ഹൗസിലാണ്. രാജകീയ പൈതൃകത്തിൻ്റെ തെളിവായ കേരളത്തിലെ ആദ്യ മ്യൂസിയമായ ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ്. രാജകീയ പൈതൃകത്തിൻ്റെ തെളിവായ കേരളത്തിലെ ആദ്യ മ്യൂസിയം ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ്. കേരള കരകൗശല ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരിങ്ങൽ, കോഴിക്കോട്. കേരള കരകൗശല ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ, കോഴിക്കോടാണ്. പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തക്കല എന്ന സ്ഥലത്താണ്. നിലവിൽ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ തക്കല എന്ന സ്ഥലത്താണ് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. സ്വാതി സംഗീതോത്സവം നടക്കുന്ന വേദി ഏതാണ്? കുതിരമാളിക. സ്വാതി സംഗീതോത്സവം നടക്കുന്ന വേദി കുതിരമാളികയാണ്. നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വർക്കല. നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് വർക്കലയിലാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.